തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ CPIM-നും CPI-ക്കുമൊക്കെ ചില ആശങ്കകൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അടിത്തറകൾക്ക് കോട്ടം സംഭവിച്ചു എന്ന് വേണം ഇപ്പോൾ വിലയിരുത്താൻ. അതേസമയം UDF ആകട്ടെ വലിയ ആത്മവിശ്വാസത്തിലാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ്. എന്തു തന്നെയായാലും ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായിട്ടില്ല എന്നുള്ളതാണ് CPIM-ന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് CPI വിലയിരുത്തുന്നത്. ഇങ്ങനെ മുന്നണിക്കകത്തെ പ്രബലമായ രണ്ട് കക്ഷികൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ അത് ശബരിമല ബാധിച്ചിട്ടില്ല എന്നാണ് CPIM പറയുന്നത്. CPI ആകട്ടെ ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നും തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴാണ് LDF യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നത്. ആ യോഗം പ്രധാനമായും ഈ വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആ യോഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു CPIM-ന്റെയും CPI-യുടെയും വിലയിരുത്തൽ? അത് സംബന്ധിച്ച് അവരുടെ നേതാക്കൾ എന്ത് പ്രതികരണമാണ് നടത്തിയത് എന്നത് ആദ്യം കേട്ടു നോക്കാം. പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യം വിജയിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയത്. വെള്ളാപ്പള്ളിയുടെ സംഭാവന നോക്കാം, അതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത്? ഒരു തിരിച്ചടിയില്ല. അതാ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ്. അത് വിചാരിച്ച് നിൽക്കണ്ട. മൂന്നാം വട്ടത്തിൽ ഇനി ഇവർ UDF വരാൻ പോവാണെന്ന് പറയാനാണല്ലോ നിങ്ങളെല്ലാം 80 സീറ്റ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ 80 സീറ്റല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കുന്നു. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വാഭാവികമായി അതിനകത്ത് ഒന്നിലേക്ക് ചുരുങ്ങേണ്ടത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത്. ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല, നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ചെയ്യാത്തത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഗവൺമെന്റാണ്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ചിന്തിക്കണം. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ CPI-യുടെ സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിന്റെയും പ്രതികരണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വോട്ടുകൾ പ്രതിഫലിച്ചത്, എന്തൊക്കെ വിഷയങ്ങളാണ് സ്വാധീനിച്ചത് എന്ന് സംബന്ധിച്ച പ്രതികരണമാണ് അവർ നടത്തിയത്. അവിടെയാണ് ഈ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി വിശദമായി എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള CPIM-ന്റെയും CPI-യുടെയും വിലയിരുത്തലുകൾ എന്നത് തന്നെയാണ് വിശദമായി നോക്കേണ്ടത്. അതിലാദ്യം നമ്മൾ പോകുന്നത് CPIM-ന്റെ നിരീക്ഷണം എന്ത് എന്നുള്ളതാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയെ വിലയിരുത്തുമ്പോൾ ആ തിരിച്ചടി എന്നത് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അതാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ തന്നെ പ്രതിഫലിച്ചത്. മറുഭാഗത്ത് 80 സീറ്റുകളുടെ അവിടെയല്ലേ മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോഴത്തെ ഈ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് മുന്നേറ്റം പരിശോധിക്കുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 80-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-നാണ് മേൽക്കൈ ഉള്ളത്. എന്നാൽ CPIM ഇപ്പോഴും വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു നിരീക്ഷണങ്ങളിലേക്ക് കൂടി CPIM പോകുന്നു എന്നുള്ളതാണ്. അതെന്ത് എന്ന് പരിശോധിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം, അങ്ങനെ ഒരു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്നത് ഇടതുമുന്നണിയാണ്. പക്ഷേ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. ആ ഭരണവിരുദ്ധ വികാരം അല്ല ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് എന്നുള്ളതാണ് കാരണമായി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ, പ്രധാനപ്പെട്ട ശബരിമല പോലെയുള്ള വിഷയങ്ങൾ, അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലുമൊക്കെ ആവർത്തിച്ചതാണ്. ഒരു ഗാനം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും ഹിറ്റായ ഗാനം പോലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് UDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഗാനം ആണ്. എന്നാൽ ഈ ശബരിമല കൊള്ള ഏതെങ്കിലും തരത്തിൽ ജനവിധിയെ സ്വാധീനിച്ചില്ല എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ടാണ്, അല്ലെങ്കിൽ അതിനെ
വ്യക്തമാക്കുന്ന ഒരു മറുപടി എന്ന നിലയിലാണ് ചില ക്ഷേത്ര നഗരങ്ങളിൽ ഉൾപ്പെടെ CPI-ന് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന വാദം CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ ഉയർത്തുകയും ചെയ്യുന്നത്. മറ്റൊന്ന് ന്യൂനപക്ഷ വോട്ടുകളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ CPI-നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാറ്റജി എന്നത് ഇടത് പക്ഷത്തോടൊപ്പം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ചില പാളിച്ചകൾ ഉണ്ടായോ എന്ന് CPI-ന് സംശയമുണ്ടായിരുന്നു. അതായത് ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുമ്പോൾ ബഹുഭൂരിപക്ഷം ആയിട്ടുള്ള വിഭാഗം CPI നിന്ന് അകലുകയാണോ, അത് ഗുണം ചെയ്യില്ല എന്ന ഒരു നിരീക്ഷണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷം ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന ലേബലിൽ നിന്ന് പുറത്തു ചാടാനുള്ള ശ്രമം നടത്തിയിരുന്നു. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരുടെ ചില പ്രസ്താവന. വെള്ളാപ്പള്ളി തുടർച്ചയായി മലപ്പുറം പരാമർശം നടത്തുന്നു, ഒരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ നടത്തുന്നു. അതേസമയം തന്നെ ഇതേ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള നിരീക്ഷണത്തിൽ പറയുന്നത് ന്യൂനപക്ഷം അകന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് CPI-ന്റെ പാർട്ടി നിലപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളില്ല. അതിന് തെളിവായി അവർ പറയുന്നത് മലപ്പുറം നമുക്കറിയാം മുസ്ലിം കോട്ടയാണ്, മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്. അതെക്കാലവും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ അവിടെ 10 ലക്ഷം വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് വലിയ നിരീക്ഷണമായി ഇപ്പോൾ CPIM മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനവും നിലപാടുമൊക്കെയാണ് CPIക്ക് ഉള്ളത്. നമുക്ക് CPIയുടെ ആ നിരീക്ഷണത്തിലേക്ക് വരുന്നതിന് മുമ്പ് CPIMന്റെ നിരീക്ഷണം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ VV അരുൺ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുണിലേക്ക് പോകുമ്പോൾ അരുൺ, ഇതാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമുള്ള ഒരു കൂട്ടിക്കുറയ്ക്കലുകൾ അത് എല്ലാ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവിടെയാണല്ലോ ഈ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർ ആഭ്യന്തരമായി നടത്തിയിട്ടുള്ള നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. യഥാർത്ഥത്തിൽ CPIM പറയുന്നത് ഭരണ തുടർച്ച ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നില്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല, ശബരിമല വിഷയം ബാധിച്ചിട്ടില്ല, ന്യൂനപക്ഷങ്ങൾ അകന്നു പോയിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷേ ആ പാർട്ടിയിലെ മറ്റു ഘടകങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആ പാർട്ടിക്കുള്ളിലെ കീഴ്ഘടകങ്ങൾക്ക് ഇതേ നിരീക്ഷണമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? അഭിലാഷ്, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയത്. അതിനുമുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന അന്ന് തന്നെ ശനിയാഴ്ച തന്നെ CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ ചെറിയൊരു വിശകലനങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി ചേർന്ന് ഈ പരാജയ കാരണങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയത്. അതിനൊടുവിലാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായെന്ന വിലയിരുത്തൽ വരുമ്പോൾ അങ്ങനെയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ അഭിലാഷ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മലപ്പുറത്ത് 10 ലക്ഷം വോട്ടുകൾ കിട്ടി? മലപ്പുറത്ത് ഒരു വിഭാഗവും ഇടതുമുന്നണിക്ക് എതിരായി പ്രവർത്തിച്ചിട്ടില്ല, അങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി ഒരു കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചില്ല. പക്ഷേ SDP ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ കോൺഗ്രസിനും UDF-നും വേണ്ടി ക്യാമ്പയിൻ ചെയ്തു, അണിനിരന്നു എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് വോട്ട് പോയതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നടങ്കം ഇടതുമുന്നണിക്ക് എതിരെ വരുമായിരുന്നെങ്കിൽ എങ്ങനെ മലപ്പുറത്ത് ഇത്രയധികം വോട്ടുകൾ കിട്ടുമായിരുന്നു? ശബരിമല സ്വർണ്ണ കൊള്ളയാണ് മറ്റു പ്രധാന ചർച്ചാ വിഷയമായി ഏറ്റവും മുന്നണി നിർത്തിയ വിഷയം. സർക്കാരിനെതിരായ വികാരങ്ങൾക്ക് അപ്പുറത്തേക്ക്, ഭരണവിരുദ്ധ വികാരത്തിനപ്പുറത്തേക്ക്, സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിനപ്പുറത്തേക്ക് കോൺഗ്രസും BJP-യും ശക്തമായി, UDF-ഉം BJP ശക്തമായി ഉയർത്തിക്കാട്ടിയ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വിലയിരുത്തൽ വന്നു. പക്ഷെ അതും CPM തള്ളുകയാണ്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായിട്ടില്ല. അത് അങ്ങനത്തെ ഒരു പ്രചരണം ഉണ്ടായത്, പക്ഷേ അതും ആ രീതിയിൽ ഏശിയിട്ടില്ല. അതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് അയ്യപ്പന്റെ ജന്മനാടായി വിശ്വസിക്കപ്പെടുന്ന പന്തളം നഗരസഭയിൽ BJP ഭരണം നിന്ന നഗരസഭയാണ്. അവിടെ ഇടതുമുന്നണി വലിയ രീതിയിൽ മുന്നോട്ട് വന്നു. കുളനടയും അതുമായി ബന്ധപ്പെട്ട മുത്തോലി ആ ഭാഗങ്ങളിലുമൊക്കെയുള്ള ചില പഞ്ചായത്തുകൾ ആ ഭാഗത്തൊക്കെ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈ ഉണ്ടായി.